ഹലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. ടുഡേസ് ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ എടുത്ത ചാപ്റ്റേഴ്സിന്റെ ചാർജ് ഓഫ് GSTയുടെയും ടൈം ഓഫ് സപ്ലൈന്റെയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, തിയറി ഡിസ്കഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരിക്കും. അപ്പൊ അതിൽ നമുക്ക് ആദ്യം ചാർജ് പോയിട്ട് തന്നെ ടൈം ഓഫ് സപ്ലൈയിലേക്ക് വരാം. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ചാർജ് ഓഫ് GST. ചാർജ് ഓഫ് GSTയിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് മാക്സിമം വരുന്നുള്ളൂ. ബാക്കി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നേരെ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് വരും കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നല്ല ലെങ്തി ആയിട്ടുള്ള കുറച്ചും കൂടെ എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഡിസ്കഷൻ. അതിൽ ഫസ്റ്റ് വൺ, ലോ ആൻഡ് ഡിസോർഡർ, എ ഫേം ഓഫ് ലോയേഴ്സ് റെൻഡഡ് ലീഗൽ അഡ്വൈസ് ടു AB & Co, an architect and MNO Limited, an advertising agency during October 2024. ഇപ്പൊ ലോ ആൻഡ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ലോയർ ഫേം ആണ്. രണ്ട് ലീഗൽ അഡ്വൈസ് ടു AB & Coയ്ക്കും ആർക്കിടെക്ട് സർവീസിന്റെ ലീഗൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. MNO ലിമിറ്റഡിന് ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയാണ്, അവർക്കും ലീഗൽ അഡ്വൈസ് ആര് കൊടുക്കുന്നുണ്ട്? ഈ ലോ ആൻഡ് ഡിസോർഡർ കൊടുക്കുന്നുണ്ട്. Then both AB & Co MNO Limited are not entitled for threshold exemption in the said financial year. അതായത് ബോത്ത് AB & Coയും MNO ലിമിറ്റഡും ആർ നോട്ട് എൻടൈറ്റിൽഡ് ഫോർ ത്രെഷോൾഡ് എക്സംഷൻ ഇൻ ദ സെഡ് ഫിനാൻഷ്യൽ ഇയർ. Who is liable to pay GST in this case? ഈ കേസിൽ GST അടയ്ക്കാൻ ലേബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? Will your answer be different if AB & Co and MNO Limited sought legal advice from Mr. A lawyer? അപ്പോ അതിലെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യം പ്രൊവിഷനിലേക്ക് പോവാം. ആസ് പെർ സെക്ഷൻ 9 subsection 3, if legal services are provided by an individual advocate or a firm of advocate including senior to any business entity located in the taxable territory, then the GST is payable on reverse charge by the recipient. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എനി ലീഗൽ അഡ്വൈസസ്, എനി ലീഗൽ സർവീസ് പ്രൊവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഫേം ഓഫ് അഡ്വക്കേറ്റോ അല്ലെങ്കിൽ സീനിയർ അഡ്വക്കേറ്റോ, ഈ അഡ്വക്കേറ്റ്സ് ലീഗൽ സർവീസ് ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെയാണ് 9(3) പ്രകാരം നമുക്ക് റിവേഴ്സ് ചാർജ് പ്രകാരം ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? ബിസിനസ് എൻറ്റിറ്റിയാണ് റിവേഴ്സ് ചാർജ് പ്രകാരം ടാക്സ് പേ ചെയ്യേണ്ട വ്യക്തി. അപ്പൊ ഇവിടെ ആസ് പെർ സെക്ഷൻ 9 subsection 3 എന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ പ്രൊവിഷൻ എഴുതി. Then in the given case, as the services are provided by the firm of lawyers, law and disorder to MNO Limited and AB & Co, a business entity, thus the liability to pay GST shall be upon MNO Limited and AB & Co. രണ്ട് ഫേമിനും ലീഗൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അവിടെ രണ്ടും നമുക്ക് ബിസിനസ് എൻറ്റിറ്റി ആയതുകൊണ്ട് 9(3) പറയുന്നുണ്ട് ലീഗൽ സർവീസ് ബിസിനസ് എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? റിവേഴ്സ് ചാർജ് പ്രകാരം നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? ടാക്സ് GST ലയബിൾ ആവുന്ന ആരാണ്? റെസിപ്പിയന്റ് ആണ്. അപ്പൊ ഈ കേസിൽ MNO ലിമിറ്റഡും ദെൻ AB & Coയുമാണ് എന്ത്? ടാക്സ് പേ ചെയ്യാൻ, GST പേ ചെയ്യാൻ ലേബിൾ ആയ വ്യക്തികൾ. ഇനി in the second case the answer will not be changed even in case where AB & Co and MNO Limited seek legal advice from Mr. A, an individual advocate. 9(3) പ്രകാരം എന്താ പറയുന്നത്? ലീഗൽ സർവീസുകള് അഡ്വക്കേറ്റ് ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ റെസിപ്പിയൻ റിവേഴ്സ് ചാർജ് പ്രകാരം റെസിപ്പിയൻ ആണ് ടാക്സ് പേ ചെയ്യേണ്ടത്. അവിടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ആരാവാം? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആവാം, സീനിയർ അഡ്വക്കേറ്റ് ആവാം, അല്ലെങ്കിൽ ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് ആവാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ സെക്കൻഡ് കേസിൽ ചോദിക്കുകയാണ് നമ്മുടെ ആൻസർ ഡിഫറെന്റ് ആകുമോ? ഇഫ് ഈ പറഞ്ഞ കമ്പനിയെ ലീഗൽ അഡ്വൈസ് കൊടുക്കുന്നത്, ലീഗൽ അഡ്വൈസ് മേടിക്കുന്നത് ഒരു ലോയർ, ഒരു ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റിന്റെ കയ്യിൽ നിന്നാണ്, മിസ്റ്റർ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ആൻസർ ചേഞ്ച് ആവോ? ഇല്ല. അപ്പോ ഈവൻ ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ എ ആൻ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ്, ദ ആൻസർ വിൽ നോട്ട് ബി ചേഞ്ച്. Then question number 2, Panini Private Limited, Jaipur, agrees to sponsor a sports event organized by Pink City Club in Jaipur. Panini Private Limited has paid on amount of
paid an amount of 5 lakh for such sponsorship of the sports event. ഇപ്പൊ പണിനി പ്രൈവറ്റ് ലിമിറ്റഡ് സ്പോൺസർഷിപ്പ് സ്പോർട്ടിംഗ് ഇവന്റിലേക്ക് സ്പോൺസർ ചെയ്യാൻ 5 ലക്ഷം രൂപ സ്പോൺസർ ചെയ്യാനായിട്ട് എഗ്രി ചെയ്തു. ഈ സ്പോർട്ടിംഗ് ഇവന്റ് നടത്തുന്നത് ആരാണ്? പിങ്ക് സിറ്റി ക്ലബ് ആണ്. ഇനി കോൺസിക്വന്റ്ലി the said event was named after the brand name of പണിനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ എന്താണ് അതിന്റെ ഭാഗമായിട്ട് ഈ ഇവന്റ് നടന്നപ്പോൾ ഇവന്റ് വാസ് നെയിംഡ് ആഫ്റ്റർ ദ ബ്രാൻഡ് നെയിം ഓഫ്, അതായത് പണിനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബ്രാൻഡ് നെയിം അവിടെ എന്തായി? അവിടെ ആഫ്റ്റർ നെയിം ആയി. അതായത് അവര് അഡ്വർടൈസ്മെന്റ് ആയി സ്പോൺസേർഡ് ബൈ എന്ന് പറഞ്ഞ പേരിലേക്ക് ഈ പണിനി പ്രൈവറ്റ് ലിമിറ്റഡിനെ കൊണ്ടുവന്നു. എക്സാമിൻ ഹു ഈസ് ദ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് ഇൻ ദിസ് കേസ്. സ്പോൺസർഷിപ്പ് സർവീസിലുള്ള RCMന്റെ കേസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ സ്പോൺസർഷിപ്പ് എനി പേഴ്സൺ കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. റിസീവ് ചെയ്യുന്നത് ആരായിരിക്കണം? രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റിവേഴ്സ് ചാർജ് പ്രകാരം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ പറയാണ്, അപ്പൊ ഇവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ എന്നുള്ളത് റിസീവ് ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ ആരായിരിക്കണം? അവിടെ അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇവിടെ പറയാണ്, ആസ് പെർ ദ റിവേഴ്സ് ചാർജ് നോട്ടിഫിക്കേഷൻ സ്പോൺസർഷിപ്പ് സർവീസ് പ്രൊവൈഡ് ബൈ എനി പേഴ്സൺ. നമ്മൾ പറഞ്ഞ പോലെ ഏതൊരു പേഴ്സണും എന്താവാം? സ്പോൺസർഷിപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോ ടു ആർക്കായിരിക്കണം? രജിസ്റ്റർഡ് പേഴ്സൺ മീൻസ് ആർക്കായിരിക്കണം? ഒരു ബോഡി കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ ആയിരിക്കണം. ഒരു ബോഡി കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ ആയിരിക്കണം. എന്നാൽ മാത്രമേ റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അപ്പോ ഇവിടെ റിവേഴ്സ് ചാർജ് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടത് റെസിപ്പിയന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആരാ ടാക്സ് പേ ചെയ്യേണ്ട? ബോഡി കോർപ്പറേറ്റ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം. ഇവിടെ ഇൻ ദ present case Pink City Club is the supplier of sponsorship service which is receiving the consideration, that is sponsorship fee 5 lakh from Panini Private Limited against the provision of sponsorship service. Since the recipient of sponsorship service is Panini Private Limited is a body corporate, GST on said services is payable by the recipient, that is under reverse charge. ആരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്? പണിനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ ആരാണ്? പിങ്ക് സിറ്റിക്ക് പണിനി എന്ത് കൊടുത്തു? സ്പോൺസർഷിപ്പ് സർവീസ് ആയിട്ട് 5 ലക്ഷം രൂപ കൊടുത്തു. അപ്പൊ ഇൻ റിട്ടേൺ പണിനി പ്രൈവറ്റ് ലിമിറ്റഡ് 5 lakh rupees ആർക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തു? പിങ്ക് സിറ്റി ക്ലബിലേക്ക് കൊടുത്തു. പിങ്ക് സിറ്റി ക്ലബ്. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കാണ്, ഈ 5 ലക്ഷം രൂപ കൊടുത്തപ്പോ ഈ ക്ലബ് എന്ത് ചെയ്തു? ഇവന്റില് നെയിംഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സ്പോൺസേർഡ് ബൈ പണിനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വരുത്തി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഒരു ബെനിഫിറ്റ് ഉണ്ട് അല്ലെ? താങ്ക്ഫുൾ മാത്രമല്ല, ഒരു ബെനിഫിറ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ നെയിം ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ സപ്ലയർ ആരാണ്? ഇവിടെ നമുക്ക് സ്പോൺസേർഡ് ബൈ പണിനി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായി? സർവീസ് ആരാ റിസീവ് ചെയ്യണത്? സർവീസ് റിസീവ്ഡ് ബൈ പണിനി പ്രൈവറ്റ് ലിമിറ്റഡ്. കാരണം സ്പോൺസർഷിപ്പ് ഇവന്റിൽ നമ്മളിവിടെ നെയിം, നമ്മുടെ ബിസിനസ്സിൽ ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ കേസിൽ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് സർവീസിന്റെ റെസിപ്പിയന്റ് ആരായി മാറും? പണിനി പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ഹിയർ എനി പേഴ്സൺ ആർക്ക് വേണമെങ്കിലും സ്പോൺസർഷിപ്പ് കൊടുക്കാം. റിസീവ് ചെയ്യണത് ഒന്നുകിൽ ബോഡി കോർപ്പറേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കണം. പണിനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? റിവേഴ്സ് ചാർജ് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടി വരെ ആരാണ്? പണിനി പ്രൈവറ്റ് ലിമിറ്റഡ്. Then question number 3. Amco India Limited, a trader engaged in supply of goods and services at the intra-state level. Its aggregate turnover for the previous financial year is 12.75 lakhs. In the current financial year up to month of September, the aggregate turnover for the outward supply of Amco Limited was 10.35 lakh. Amco Limited does not get itself registered under GST as the threshold limit does not crosses the limit of 20 lakh. In the meanwhile,
it has availed the service by way of renting of motor vehicle from Poonawalla for the total consideration of 1.5 lakh on 5th October, including cost of fuel. Mr. Poonawalla opted for paying tax at the rate of 5% and avail input tax credit of input service received from the supplier who is also engaged in same line of business. Examine the tax liability and the person who is liable to pay tax. Then would your answer be different if such service by way of renting of motor vehicle was provided by Poonawalla to Mr. Ayush instead of Amco Limited? അപ്പോ ഇവിടുത്തെ ഫസ്റ്റ് ആൻസർ എങ്ങനെയാ? ഫസ്റ്റ് നമ്മൾ എന്താ പറയാ? പ്രൊവിഷൻ ആണ് എഴുതുക. ഹിയർ ആസ് പെർ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 സർവീസ് പ്രൊവൈഡഡ് ബൈ റെന്റിംഗ് ഓഫ് എനി മോട്ടോർ വെഹിക്കിൾ ഫോർ എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ക്യാരിങ് ഗുഡ്സ് അല്ല, ഫോർ ക്യാരിങ് എന്തിനു വേണ്ടിയിട്ടാണ്? പാസഞ്ചേഴ്സ്. ദ കോസ്റ്റ് ഓഫ് ഫ്യൂൽ ഈസ് ഇൻക്ലൂഡഡ് ബൈ എനി പേഴ്സൺ അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് ടു എ ബോഡി കോർപ്പറേറ്റ്. അതായത് റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ഇവിടെ റെന്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിള് ബൈ എനി പേഴ്സൺ, സപ്ലയർ എന്ന് പറയുന്നത് എനി പേഴ്സൺ ആവാം, ബട്ട് അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് ആവണം. റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ആരായിരിക്കണം? ബോഡി കോർപ്പറേറ്റ് ആവണം. എന്നാൽ മാത്രമേ ഇവിടെ റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ആസ് പെർ 24 പ്രകാരം എനി പേഴ്സൺ, അതായത് സെക്ഷൻ 24 എന്ന് പറയുന്നത് കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടേൺ ഓവർ നോക്കാതെ തന്നെ, ടേൺ ഓവറിന്റെ ലിമിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേ ആവശ്യമില്ല. കാരണം സെക്ഷൻ 22, 23, 24 പറയുന്നുണ്ട്. അതിൽ സെക്ഷൻ 22 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ, GSTയില് രജിസ്ട്രേഷൻ എടുക്കാൻ ലേബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആരൊക്കെയാണെന്നാണ് സെക്ഷൻ 22 പറയുന്നത്. അപ്പൊ ലേബിൾ ആവുക എപ്പോഴാണ്? ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് പറയുന്നുണ്ട്. ആ ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ ലേബിൾ ആവുന്നത്. അല്ലേ? അപ്പോ ദെൻ 23 പറയുന്നുണ്ട് ആരൊക്കെ രജിസ്ട്രേഷൻ എടുക്കാൻ ലേബിൾ അല്ലാത്ത പേഴ്സൺസ് ആരൊക്കെയാണ്. 24 പറയുന്നു ഈ പറയുന്ന ത്രെഷോൾഡ് ലിമിറ്റ് നോക്കാതെ തന്നെ നമ്മൾ എന്തായാലും കമ്പൽസറി ആയിട്ടും ലിമിറ്റ് നോക്കുക വേണ്ട. ഈ ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്, നിങ്ങളുടെ സപ്ലൈ ഇതാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്ന് പറയുന്നത് സെക്ഷൻ 24. Then 24 പ്രകാരം പറയുന്നുണ്ട് any person who is required to pay tax under reverse charge shall be liable for compulsory registration even though the aggregate turnover is below. അതായത് ഏതൊരു പേഴ്സൺ ആണോ റിവേഴ്സ് ചാർജ് പ്രകാരം ടാക്സ് അടക്കേണ്ടി വരിക. ഇപ്പൊ റിവേഴ്സ് ചാർജ് പ്രകാരം റെസിപ്പിയന്റ് ആണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഇപ്പൊ റിവേഴ്സ് ചാർജ് പ്രകാരം ഏതൊരു റെസിപ്പിയന്റിനും ടാക്സ് അടക്കേണ്ടതായിട്ട് വന്നാൽ അയാൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതായത് ഈവൻ ഇഫ് നമ്മൾ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക, പക്ഷെ നമ്മൾ ചെയ്ത ഒരു പർച്ചേസിന്, ഒരു പർച്ചേസ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്ത ഒരു ഇൻവേർട്ട് സപ്ലൈക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? റിവേഴ്സ് ചാർജ് പ്രകാരം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ ചെയ്ത ഒരു ഇൻവേർട്ട് സപ്ലൈ എന്ന് പറഞ്ഞ പർച്ചേസ്, ഇപ്പൊ നമ്മൾ ചെയ്ത ഒരു ഇൻവേർട്ട് സപ്ലൈക്ക് റിവേഴ്സ് ചാർജ് പ്രകാരം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നെങ്കിൽ, ഒരു റിവേഴ്സ് ചാർജ് പ്രകാരം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നെങ്കിൽ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഈവൻ ദോ ദ ടേൺ ഓവർ ഈസ് ലോവർ ലിമിറ്റ്. അതായത് നമ്മൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും എന്തെടുക്കണം? രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. Then in the given case, ഈ കേസില് Amco Limited shall be liable to get registered under GST and pay tax on 1.5 lakh at the rate as may be specified under reverse charge. Also, Amco Limited need to apply for compulsory registration. However, if such service was provided to any person other than body corporate, ഇവിടെ സപ്ലയർ ആരാവാം? ബോഡി കോർപ്പറേറ്റ് അല്ലാത്ത ഒരാളാകണം. റെസിപ്പിയന്റ് ബോഡി കോർപ്പറേറ്റ് ആവണം. ഇവിടെ ഈ കേസിൽ
ഇവിടെ ഈ കേസിൽ ആരാണ് നമ്മുടെ റെസിപ്പിയന്റ്? അംകോ ലിമിറ്റഡ്. അംകോ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ബോഡി കോർപ്പറേറ്റ് ആണ്. സപ്ലയർ ആരാണ്? പൂനാവാല. ഇല്ലേ? അപ്പൊ സപ്ലയർ ബോഡി കോർപ്പറേറ്റ് ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബോഡി കോർപ്പറേറ്റ് ആണോ? അല്ല. അപ്പൊ ഇവിടെ ഈ കേസിൽ കുഴപ്പമില്ല. ബട്ട് സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ ഹൗഎവർ ഇഫ് എ സർവീസ് വാസ് പ്രൊവൈഡഡ് ടു എനി പേഴ്സൺ അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് സേ മിസ്റ്റർ ആയുഷ്. അതായത് രണ്ടാമത് ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ റെന്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ കൊടുക്കുന്നത് മിസ്റ്റർ പൂനാവാലയ്ക്കല്ല, അവിടെ സോറി പൂനാവാല ആർക്കല്ല കൊടുക്കുന്നത്? അംകോ ഇന്ത്യ ലിമിറ്റഡിനല്ല, അതിന് പകരം ആയുഷിനാണ് കൊടുത്തതെങ്കിൽ ആയുഷ് എന്ന് പറയുന്നത് ബോഡി കോർപ്പറേറ്റ് ആണോ? കമ്പനി ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ in the above case, then the provision of such notification will not apply. Therefore, such service fall under forward charge പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടത് ആരാണ്? മിസ്റ്റർ പൂനാവാല. ഓക്കെ, ഇങ്ങനെ വേണം ഒരു ആൻസർ പ്രസന്റ് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. ആദ്യം ഒരു പ്രൊവിഷൻ എഴുതി അതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സെക്ഷൻ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ നമ്മൾ കോട്ട് ചെയ്യണം. എന്നിട്ട് വേണം ഈ പറയുന്ന കേസിൽ ഇത് ഇങ്ങനെയാണെന്ന് അതിന്റെ ഫാക്ട് നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, question number 4. Mr. Priyam, Director of Sun Moon Company Private Limited. Mr. Priyam, Director of Sun Moon Company Private Limited, provided service to the company for remuneration of 1,25,000. Provided services to the company for remuneration at 1,25,000. Briefly answer whether GST is applicable in the below mentioned independent cases. ഓരോ കേസും ഇൻഡിപെൻഡന്റ്. ഈച്ച് കേസ് ആയിട്ട് നമ്മൾ പറയണം. If yes, who is liable to pay GST? First case എന്താ? Mr. Priyam is an independent director of Sun Moon and not an employee. അപ്പൊ ഫസ്റ്റ് ഈച്ച് കേസ് ഇൻഡിപെൻഡന്റ് കേസ് ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് കേസ് എന്താ? മിസ്റ്റർ പ്രിയം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആണ്, അതായത് കമ്പനിയുടെ ആരല്ല, എംപ്ലോയി അല്ല എന്ന് പറയാണ്. അപ്പൊ എംപ്ലോയി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി ആണെങ്കിൽ ഈ പറയുന്ന സാലറിന്മേൽ എന്തില്ല? GST ഇല്ല നമ്മൾ പറഞ്ഞിരുന്നു. എംപ്ലോയി അല്ലെങ്കിൽ എന്താണ്? GST ഈസ് ആപ്ലിക്കബിൾ. അപ്പൊ ഹിയർ ഇൻ ദിസ് കേസ് ആസ് പെർ പാര 1 of Schedule 3 of CGST Act, services by an employee to the employer in the course or relation to his employment are non-supply അല്ല. That is, they are neither supply of goods അല്ല, service അല്ല. 9(3) as per 9(3), if services are provided by director to the company located in the taxable territory, then the company is liable to pay tax under reverse charge. Director കമ്പനിക്ക് കൊടുക്കുന്ന സർവീസ് ഉണ്ടെങ്കിൽ അവിടെ കമ്പനി റെസിപ്പിന്റ് ആയതുകൊണ്ട് റെസിപ്പിന്റ് വേണം ടാക്സ് പേ ചെയ്യാൻ, കാരണം അത് റിവേഴ്സ് ചാർജ് ആണ്. ഓക്കെ, then Mr. Priyam being an independent director ആണല്ലോ, is not an employee അല്ലല്ലോ. Hence remuneration paid to them for consideration for providing service are clearly outside the scope of Schedule 3. Schedule 3 പ്രകാരം വരത്തില്ല, കാരണം employer relationship ഇല്ല. So thus GST is applicable in this case. And ആരാണ് ടാക്സ് പേ ചെയ്യുന്നത്? കമ്പനിയാണ്. ഇവിടെ കമ്പനി ആരാണ്? Sun Moon Company Private Limited. Okay. Then second case like പോകുമ്പോ Mr. Priyam is an executive director, that is an employee of Sun Moon Company Private Limited. പ്രിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്, അതായത് സൺമൂൺ കമ്പനി ലിമിറ്റഡിലെ ആരാണ്? എംപ്ലോയി ആണ്. ഔട്ട് ഓഫ് ദ ടോട്ടൽ റെമ്യൂണറേഷൻ എമൗണ്ടിങ് ടു 1,25,000, 60,000 has been declared as salary in the books of Sun Moon Private Limited and subject to TDS. However, 65 has been declared separately other than salary and subject to TDS. Here 1,25,000 rupees ആണ്. 1,25,000 rupees ആണ് റെമ്യൂണറേഷൻ ആയിട്ട് കിട്ടിയത്. ഇവിടെ പ്രിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്, അതിൽ 60,000 സാലറി ആയിട്ടും ലഭിച്ചു, 65,000 അതർ ദാൻ സാലറി ആയിട്ടും ലഭിച്ചു. ഓക്കെ, അതർ ദാൻ സാലറി. ടോട്ടൽ റെമ്യൂണറേഷൻ 60,000 സാലറി ആണ്. Then 65,000 എന്ന് പറയുന്നത് എന്താണ്? ഡിക്ലെയർഡ് അതർ ദാൻ സാലറി ഇൻ ദ സൺമൂൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് സബ്ജക്ട് ടു ആസ് ഓൺ ദ കേസ് ഓഫ് പ്രൊഫഷണൽ സർവീസ് കൊടുത്തിട്ട്. അപ്പൊ ഇവിടെ പറയാണ്
65,000 എന്ന് പറയുന്നത് പ്രൊഫഷണൽ സർവീസ് കൊടുത്ത് അവിടെ ഈ പറയുന്ന പ്രിയത്തിന് കിട്ടിയ ഫീസ് ആണ് എന്തെന്ന് പറയുന്നത് 60,000 എന്ന് പറയുന്നത് സാലറിയാണ്. അപ്പൊ 125,000 60,000 എന്ന് പറയുന്നത് എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ 60,000 സാലറി ഈസ് നോട്ട് സപ്ലൈ. ഓക്കെ, ദെൻ 65 എന്ന് പറയുന്നത് അവിടെ എന്തില്ല, ഷെഡ്യൂൾ 3 അട്രാക്ട് ചെയ്യുന്നില്ല, കാരണം എംപ്ലോയി എംപ്ലോയി റിലേഷൻഷിപ്പ് വരുന്നില്ല. അതുകൊണ്ട് 65,000 ഈസ് ലയബിൾ ടു പേ GST. ഓക്കെ, if services are provided by director to the company, then company is liable to pay tax under reverse charge. But here, as per CBIC clarification, if director's remuneration is declared as salary in the books of the company and subject to TDS, then that is not taxable, being consideration for service by an employee to employer in the course in relation to employment of Schedule 3. CBIC ക്ലാരിഫിക്കേഷൻ പ്രകാരം പറയുന്നുണ്ട്, ഡയറക്ടറിന്റെ റെമ്യൂണറേഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സാലറി ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഷെഡ്യൂൾ 3 അട്രാക്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫർദർ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ വിച്ച് ഇസ് ഡിക്ലെയർഡ് സെപ്പറേറ്റ് സാലറി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡയറക്ടറിന്റെ റെമ്യൂണറേഷൻ സാലറി അല്ലാത്ത പക്ഷമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്, ആസ് ഫീസ് ഫോർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസ് ആണ്. That are outside the scope of Schedule 3 and therefore it is taxable. Okay, അപ്പൊ in this case 60,000 സാലറി ആയതുകൊണ്ട് is not taxable, കാരണം എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് സപ്ലൈ അല്ല, GST ഇല്ല. And it's covered under para 1 of Schedule 3. For the 65,000 declared separately other than salary ആയിട്ടിട്ടത് കൊണ്ട് ഇവിടെ എന്തല്ല, സാലറി അല്ല, പ്രൊഫഷണൽ ഫീസ് ആണ്. therefore it is outside the scope of Schedule 3 ആണ്, അതുകൊണ്ട് തന്നെ അത് ടാക്സബിൾ ആണ്. therefore the recipient of service, that is Sunmoon Private Limited Company Limited, is liable to discharge applicable GST on its reverse charge basis. Okay, ഈ 4 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ, റെഡിയാണോ? ഇത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതില് പ്രീവിയസ് ഇയർ അത്യാവശ്യം കുറച്ച് ഏകദേശം ഒരു 10 ഇയറിന്റെ പ്രീവിയസ് ഇയർ, പിന്നെ മോക്ക് ടെസ്റ്റ് പേപ്പർ, റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ്, അങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് കേട്ടോ. അതിലായിരിക്കും ഇനി എല്ലാം കൂടെ കമ്പെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ആ ഡിസ്കഷൻസ് പിന്നീട് ഉണ്ടാവും കേട്ടോ. ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് തന്നെ സെപ്പറേറ്റ്ലി പിന്നീട് ഉണ്ടാവും. ഓക്കെ, ദെൻ നമുക്ക് ഒരു ചാപ്റ്ററിന്റെ ബേസ് ഒരുവിധം ആയില്ലേ. ദെൻ ടൈം ഓഫ് സപ്ലൈയിലേക്ക് പോവാം. ടൈം ഓഫ് സപ്ലൈ ഒന്ന് ഓടിച്ച് നോക്കി വെക്കുക. ടൈം ഓഫ് സപ്ലൈയില് നമുക്ക് ഈ ഡേറ്റ് ഒക്കെ അറിയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ, ഇല്ലേ? ഡേറ്റ് ടൈം ലിമിറ്റ് നോക്കിയേ. സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു, മൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. മൂവ്മെന്റ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണ സമയത്താണ്. ദെൻ സപ്ലൈക്ക് മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഡെലിവറി ചെയ്യണ സമയത്താണ് എന്ത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ദെൻ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എപ്പോഴാണ്, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റോ പീരിയോഡിക്കൽ പേയ്മെന്റോ കിട്ടുന്ന രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ദെൻ ഗുഡ്സ് സെൻഡ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ ബേസിസിലാണെങ്കിൽ എങ്ങനെയായിരുന്നു, ഒന്നെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ, അതായത് ടൈം ഓഫ് സപ്ലൈ മീൻസ് എന്താ, റെസിപ്പിയൻ നമ്മുടെ കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്യുന്ന ദിവസം, അതാണ് ഈ ടൈം ഓഫ് സപ്ലൈ. ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ ആയിട്ട് 6ാമത്തെ മാസം, വിച്ച് എവർ ഈസ് ഏർലിയർ നോക്കണം. ദെൻ ടൈം ഓഫ് ഗുഡ്സ് ആൻഡ് ഫോർവേഡ് ചാർജ് എന്തായിരുന്നു, ഫോർവേഡ് ചാർജിന്റെ ഗുഡ്സിന് ഫോർവേഡ് ചാർജിന്റെ കേസിൽ 2 ഡേറ്റ് നോക്കാൻ പാടുള്ളൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും ദെൻ സെക്കൻഡ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് നോക്കാൻ പാടുള്ളൂ. ഇത് നോക്കരുത്, പേയ്മെന്റ് ഡേറ്റ് നോക്കരുത്. അത് ഏത് നോട്ടിഫിക്കേഷനിലാണ് പറയുന്നത്, നോട്ടിഫിക്കേഷൻ 66/2017. അതായത് ഗുഡ്സിന്റെ കേസില് ഫോർവേഡ് ചാർജിന്റെ കേസില് ഫോർവേഡ് ചാർജിന്റെ അണ്ടറിലാണെങ്കിൽ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഏത് നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്യണം, ഈ നോട്ടിഫിക്കേഷൻ നമ്പർ 66/2017 എന്ന നോട്ടിഫിക്കേഷൻ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. നിർബന്ധമായിട്ടും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ കോട്ട് ചെയ്തിരിക്കണം. ഏത് കേസിലാ, ഗുഡ്സിന്റെ അണ്ടർ ഫോർവേഡ് ചാർജിന്റെ കേസിൽ. അപ്പൊ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എന്താ, ഇനി മുതൽ ഗുഡ്സ് ആൻഡ് ഫോർവേഡ് ചാർജില് 2 സപ്ലയേഴ്സ് ഒഴികെ, കോമ്പോസിഷൻ സപ്ലയറും ദെൻ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിം സപ്ലൈ ചെയ്യുന്ന സപ്ലയറും ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും 2 ഡേറ്റ് നോക്കി അതിൽ ഏർലിയർ ഡേറ്റ് ആയിരിക്കും എന്ത്, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ്
ഫോർവേഡ് ചാർജ് എന്ന് പറയുന്നത്. ഈ രണ്ട് സപ്ലൈസിനാണെങ്കിൽ ഈ 3 ഡേറ്റും നോക്കി whichever is എന്തായിരിക്കും ഏർലിയർ ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, then എക്സസ് എമൗണ്ട് നമുക്ക് ഈ പറയുന്ന അഡ്വാൻസ് എമൗണ്ട് നമുക്ക് 1000 രൂപ വരെ ആണെങ്കിൽ, എക്സസ് എമൗണ്ട് നമുക്ക് 1000 rupees വരെ ആണെങ്കിൽ, നമ്മൾ എന്തായിരുന്നു പറഞ്ഞ 1000 rupees വരെ ആണെങ്കിൽ ഒന്നെങ്കിൽ അത് കിട്ടുന്ന സമയത്ത് ടാക്സ് ലയബിലിറ്റി അറൈസ് ആക്കാം, ഇല്ലെങ്കിൽ ആ 1000 rupees നടക്കാൻ പോകുന്ന സപ്ലൈ എപ്പോഴാണോ ആ സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യില്ലേ, അന്ന് നമുക്ക് എന്താക്കാം ടാക്സ് ലയബിലിറ്റി അറൈസ് ആയിട്ട് കാണിക്കാം. അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ ആണ്, സപ്ലയർക്ക് ഏത് വേണമെങ്കിലും തീരുമാനിക്കാം. ദെൻ ഗുഡ്സ് ആൻഡ് റിവേഴ്സ് ചാർജ് ആണെങ്കിലോ ടാക്സ് അടയ്ക്കേണ്ടി വരെ ആരാണ്? ടാക്സ് ലയബിലിറ്റി ആർക്കാ? റെസിപ്പിയന്റിനാണ്. അപ്പൊ റെസിപ്പിയന്റിന് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു റെസിപ്പിയന്റിന് എപ്പോഴാണ് ഗുഡ്സ് ആക്ച്വലി റിസീവ് ചെയ്ത ഡേറ്റ്, ദെൻ റെസിപ്പിയന്റ് എപ്പോഴാണ് പേയ്മെന്റ് കൊടുത്ത ഡേറ്റ്. അപ്പൊ ഈ പേയ്മെന്റ് കിട്ടിയ ഡേറ്റ്, പേയ്മെന്റ് കൊടുത്ത ഡേറ്റ്. ഫോർവേഡ് ചാർജിലാണെങ്കിൽ സപ്ലയർക്ക് പേയ്മെന്റ് കിട്ടിയ ഡേറ്റ്, റിവേഴ്സ് ചാർജിലാണെങ്കിൽ സപ്ലയർക്ക് പേയ്മെന്റ് കിട്ടിയ ദിവസം. അല്ല സോറി, ഫോർവേഡ് ചാർജിലാണെങ്കിൽ സപ്ലയർക്ക് പേയ്മെന്റ് കിട്ടിയ ദിവസം, റിവേഴ്സ് ചാർജ് ആണെങ്കിൽ റെസിപ്പിയന്റ് പേയ്മെന്റ് കൊടുത്ത ദിവസം. അപ്പൊ ഈ ഏത് രണ്ട് ഡേറ്റിലാണെങ്കിലും ഈ 2 ഡേറ്റിലും എങ്ങനെയാണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് കൺസിഡർ ചെയ്യുക? ഒന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി വന്ന ദിവസം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ കിട്ടിയ ദിവസം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ പോയ ദിവസം. രണ്ട് കേസില്. അപ്പോ ഈ 2 ഡേറ്റിൽ ഏർലിയർ ഡേറ്റ് ഏതാണോ അതാണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫോർവേഡ് ചാർജിലാണെങ്കിൽ സപ്ലയറിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ഇട്ട ദിവസം, അല്ലെങ്കിൽ സപ്ലയറിന്റെ ബാങ്കിൽ ക്രെഡിറ്റ് ആയ ദിവസം, whichever is earlier ആണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ദെൻ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഉണ്ട് റിവേഴ്സ് ചാർജിലാണെങ്കിൽ റെസിപ്പിയന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ഇട്ട ദിവസം, രണ്ടാമത് റെസിപ്പിയന്റിന്റെ ബാങ്കിൽ നിന്ന് പൈസ പോയ ദിവസം. ഈ രണ്ട് ഡേറ്റിൽ ഏർലിയർ ഡേറ്റ് ആയിരിക്കും എന്ത് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഇൻ കേസ് ആണ് റിവേഴ്സ് ചാർജിന്റെ കേസിൽ. അപ്പോ ഫസ്റ്റ് റിവേഴ്സ് ചാർജില് ടൈം ഓഫ് സപ്ലൈ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റെസിപ്പിയന്റിന്റെ ഗുഡ്സ് ആക്ച്വലി റിസീവ് ചെയ്ത ദിവസം, ദെൻ ഡേറ്റ് ഓഫ് പേയ്മെന്റ്, ദെൻ തേർഡ് വൺ എന്തായിരുന്നു? സപ്ലയർ റെസിപ്പിയന്റിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് അന്ന് മുതൽ 31st ഡേ. അപ്പൊ ഈ 3 ഡേറ്റില് ഏർലിയർ ഡേറ്റ് ആണ് ഇവിടെ നമ്മൾ റിവേഴ്സ് ചാർജിൽ ടൈം ഓഫ് സപ്ലൈ ആക്കി എടുക്കാം. ദെൻ ഇവിടെ ഈ പറയുന്ന ഡേറ്റ് 3 അവൈലബിൾ അല്ലെങ്കിൽ സപ്ലയറിന്റെ റിവേഴ്സ് ചാർജിൽ അവൈലബിൾ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ട സപ്ലയറിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത ദിവസമാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത ദിവസം നമ്മൾ എന്താക്കി എടുക്കും? റെസിപ്പിയന്റിന്റെ ടൈം ഓഫ് സപ്ലൈ ആക്കി എടുക്കും. എന്നാൽ വൗച്ചറിന്റെ കേസിൽ എന്തായിരുന്നു പറഞ്ഞേ? നമ്മൾ നോക്കണം സപ്ലൈ ഐഡന്റിഫയബിൾ ആണോ, ആ വൗച്ചറിൽ സപ്ലൈ ഐഡന്റിഫയബിൾ ആണോ അല്ലയോ എന്ന് നോക്കണം. അപ്പൊ സപ്ലൈ ഐഡന്റിഫയബിൾ ആണോ അല്ലയോ നമ്മൾ എങ്ങനെ നോക്കും? വൗച്ചർ റിഡീം ചെയ്യുമ്പോൾ കസ്റ്റമർ എന്ത് സാധനം മേടിക്കുമെന്ന് സപ്ലയർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതെന്താണ്? സപ്ലൈ ഐഡന്റിഫയബിൾ വൗച്ചർ ആണത് അല്ലെ. സപ്ലൈ ഐഡന്റിഫയബിൾ ആണെങ്കിൽ എന്നാണ് നമുക്ക് ടൈം ഓഫ് സപ്ലൈ വരിക? വൗച്ചറിന്റെ കേസിൽ ഇഷ്യൂ ചെയ്യണ ദിവസം തന്നെ വരും. ഇനി ആ പറയുന്ന സപ്ലൈ ഇസ് നോട്ട് ഐഡന്റിഫയബിൾ, വൗച്ചറിൽ അറിയില്ല കസ്റ്റമർ എന്ത് റിഡീം ചെയ്യുമെന്ന് വൗച്ചറിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ സപ്ലൈ ഇസ് നോട്ട് ഐഡന്റിഫയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വൗച്ചറിന്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാ വരിക? കസ്റ്റമർ റിഡീം ചെയ്യണ സമയം. ഓക്കെ, then residual cases means മുകളിൽ പറഞ്ഞ ഒരു സെക്ഷൻ പ്രകാരവും നമുക്ക് എന്തില്ല? പറഞ്ഞ ഡേറ്റുകൾ ഒന്നും അവൈലബിൾ അല്ല, ടൈം ഓഫ് സപ്ലൈ തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് നോക്കണം? പീരിയോഡിക്കൽ റിട്ടേൺ നമ്മൾ എപ്പോ ഫയൽ ചെയ്യണോ അന്ന് നമുക്ക് എല്ലാ സപ്ലൈക്കും എന്താകും? ടൈം ഓഫ് സപ്ലൈ ആയി മാറും. ഇനി പീരിയോഡിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടാത്തവരുടെ കേസ് ഉണ്ടെങ്കിൽ GST പേ ചെയ്യുന്ന ദിവസം തന്നെ ടൈം ഓഫ് സപ്ലൈ ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു GST പേ ചെയ്യുന്ന ദിവസം തന്നെ ടൈം ഓഫ് സപ്ലൈ ഈക്വൽ ടു. കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ദെൻ ലാസ്റ്റ് കേസ് ഗുഡ്സിന്റെ കേസിൽ എൻഹാൻസ്മെന്റ് എമൗണ്ട്, അതായത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലേറ്റ് ഫീ എന്ന പേരിൽ പേയ്മെന്റ് കൂടെ അഡീഷണൽ ചാർജും കൂടെ സപ്ലയർ ഈടാക്കുന്നുണ്ടെങ്കിൽ ആ അഡീഷണൽ ചാർജ് എപ്പോഴാണോ സപ്ലയർക്ക് കിട്ടുന്നത് അന്ന് തന്നെ ടൈം ഓഫ് സപ്ലൈ ആയി മാറും. റെഡി? ആ കേസിൽ മാത്രം നമ്മൾ പറഞ്ഞിരുന്നു റെസീപ്റ്റ് ബേസിലാണ്.
ദെൻ സർവീസിന്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ദിവസം നോർമലി എപ്പോഴാണ്? വിത്തിൻ 30 days. ഇൻവോയ്സ് നമ്മുടെ സർവീസ് നടന്നിട്ട് വിത്തിൻ 30 daysനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ബാങ്കിങ്ങിന്റെ കേസ്, ഇൻഷുറൻസിന്റെ കേസിലാണെങ്കിൽ 45 days ആണ്. ദെൻ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസിന്റെ കേസിൽ എങ്ങനെയാണ്? ഡ്യൂ ഡേറ്റ് കോൺട്രാക്റ്റിൽ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ഡേറ്റിന്റെ അന്ന് ഇൻവോയ്സ് കൊടുക്കണം. ഡ്യൂ ഡേറ്റ് ഇല്ല എങ്കിൽ പേയ്മെന്റ് കിട്ടുന്ന അന്ന് ഇൻവോയ്സ് കൊടുക്കണം. ഇനി ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, പേയ്മെന്റ് എന്ന് പറയുന്നത് ഇവന്റ് കംപ്ലീറ്റ് ആകണ ദിവസമായിട്ട് ലിങ്ക് ആണെങ്കിൽ, ഇവന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പേയ്മെന്റ് തരാമെന്ന് പറയുകയാണെങ്കിൽ ആ ഇവന്റ് കംപ്ലീറ്റ് ആകുന്ന ദിവസം ഇൻവോയ്സ് കൊടുക്കണം. ഓക്കെ. ദെൻ അടുത്തത് ഫോർവേഡ് ചാർജ് പ്രകാരം സർവീസിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയായിരുന്നു? നമ്മൾ നോക്കണമെന്ന് പറഞ്ഞു. 30 വിത്തിൻ 30 daysനുള്ളിൽ ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ ഈ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്. ദെൻ ഇനി 30 daysനുള്ളിൽ കൊടുത്തിട്ടില്ല എങ്കിൽ സർവീസ് നടന്ന ദിവസം ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആയി മാറും. ഈ പറയുന്ന ഡേറ്റുകൾ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല എങ്കിൽ എന്താണ്? റെസിപ്പിയന്റിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ഇട്ട ദിവസം സപ്ലയർക്ക് എന്തായി മാറും? ടൈം ഓഫ് സപ്ലൈ ആയി മാറും. ദെൻ 1000ന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി സർവീസിലെ റിവേഴ്സ് ചാർജിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്? അസോസിയേറ്റഡ് എന്റർപ്രൈസസിൽ നിന്ന് കിട്ടുന്നത് സെപ്പറേറ്റ് കേസാക്കി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് അസോസിയേറ്റഡ് എന്റർപ്രൈസ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യണത് നമ്മുടെ അസോസിയേറ്റഡ് എന്റർപ്രൈസിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ അവിടെ നമ്മൾ ഇതിന്റെ ഡേറ്റിൽ ഏർലിയാണ്. ഏതൊക്കെയാണ്? റെസിപ്പിയന്റ് ബുക്കിൽ ആണ് റെസിപ്പിയൻ. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ റെസിപ്പിയൻ നമ്മളാണ് റെസിപ്പിയന്റ്. അപ്പൊ ടാക്സ് അടയ്ക്കേണ്ടത് ആര് തന്നെയാ? നമ്മളാണ്. കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന കേസിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടത് ആരാ? ഇമ്പോർട്ടർ ആണ് അല്ലെ. ഇപ്പൊ റെസിപ്പിയന്റ് ബുക്സിൽ എൻട്രി ഇട്ട ദിവസം അല്ലെങ്കിൽ പേയ്മെന്റ് ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ദെൻ ഈ കേസ് അല്ലാതെ ഇൻ ഓൾ ഓഫ് ദ കേസസ് ഡേറ്റ് ഓഫ് പേയ്മെന്റും സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 61ാമത്തെ ദിവസവും വിച്ച് എവർ ഈസ് ഏർലിയർ ഡേറ്റ് ആണ് എന്ത്? ടൈം ഓഫ് സപ്ലൈ. ഓക്കെ. ദെൻ ടൈം ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സ്. വൗച്ചറിന്റെ കേസ് നമ്മൾ പറഞ്ഞു. റെസിഡ്യൂവൽ കേസ് പറഞ്ഞു. എൻഹാൻസ്മെന്റ് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് കേസ് എന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ചെയ്യുന്നത്, റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആവുന്ന കേസ്. റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആവുന്ന ദിവസം എന്താ പറഞ്ഞ? ടാക്സ് റേറ്റ് ചേഞ്ച് ആവുന്നതിന് മുന്നേ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന കേസ് ഉണ്ട്. ടാക്സ് റേറ്റ് ചേഞ്ച് ആകുന്നതിന് ശേഷം ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന കേസും ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 അതിലെ എക്സാമ്പിൾ നോക്കാവേ. Spins Private Limited enters into contract for supply of 100 office chairs, 15,000 with Joy Sales on 21st August. Chairs are removed from warehouse of Spins Private Limited on 5th September along with the invoice issued on the same day. ചെയർ റിമൂവ്ഡ് ആവുന്ന, അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് 21st ഓഗസ്റ്റില്. ദെൻ ആ ചെയർ നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് റിമൂവ് ആകുന്നത് എന്നാണ്? 5th സെപ്റ്റംബറിൽ along with the invoice on the same day. Joy Sales has paid 30% total contract value on 21st August. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ദിവസം തന്നെ മൊത്തം കോൺട്രാക്റ്റിന്റെ 30% ഈ പറയുന്ന ഓഗസ്റ്റ് തന്നെ നമുക്ക് കിട്ടി. Then balance 70% paid after delivery. ഡെലിവറി ആകുന്ന എന്താണ്? ആസ് പേ ഡെലിവറി ഓൺ 10th സെപ്റ്റംബറിന് ശേഷമാണ് ബാക്കി 70% കൊടുക്കുള്ളൂ. സിൻസ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ഓൺ ഡേറ്റ് ഓഫ് റിമൂവൽ ആകുന്നത് എന്താണ്? 5th സെപ്റ്റംബറിൽ തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. Hence, time of supply for 15,000 എന്ന് പറയാം. അതായത് 15,000 ഒരു ചെയറിനല്ലേ, അങ്ങനെ 100, ദാറ്റ് ഈസ് 15 lakhന് എൻറ്റയർ കോൺട്രാക്റ്റിന് ടൈം ഓഫ് സപ്ലൈ എന്നാണ് നമ്മൾ നോക്കണം. പേയ്മെന്റ് ഡേറ്റ് ഇവിടെ കൺസിഡർ ചെയ്യണോ വേണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് നോർമൽ കേസിൽ സപ്ലയർ കോമ്പോസിഷൻ സപ്ലയറോ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ പേയ്മെന്റ് ഡേറ്റ് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേയ്മെന്റ് ഡേറ്റ് ഇല്ല, നമുക്ക് ആക്ച്വൽ ഇൻവോയ്സ് ഡേറ്റും or last date as per section 31. ഓക്കെ. അപ്പൊ ആക്ച്വൽ ഇൻവോയ്സ് ഡേറ്റ് എന്താണ്? സെപ്റ്റംബർ 5th തന്നെ ഇൻവോയ്സ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ പറയുന്നുണ്ട് hence time of supply for this entire 50 lakh is the date of issue of invoice, that is 5th September.
നോ GST വിൽ ബി പേയബിൾ അറ്റ് ദ ടൈം ഓഫ് റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ്. നമ്മൾ പറഞ്ഞു അഡ്വാൻസിന്മേൽ എന്തില്ല നമുക്ക് ഓഗസ്റ്റിൽ കിട്ടിയ അഡ്വാൻസിന്മേൽ നമ്മൾ പേയ്മെന്റ് ഡേറ്റ് കൺസിഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അഡ്വാൻസ് എമൗണ്ട് കിട്ടിയാലും ഇല്ലെങ്കിൽ ഒന്നും നിങ്ങൾ നോക്കുക വേണ്ട. ഏതിന്റെ ഡേറ്റ് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? ആക്ച്വൽ ഡേറ്റും ലാസ്റ്റ് ഡേറ്റും. ഈ പറഞ്ഞ കേസിൽ ആക്ച്വൽ ഡേറ്റും ലാസ്റ്റ് ഡേറ്റ് എന്നാ റിമൂവ് ആകുന്ന സമയമാണ് ലാസ്റ്റ് ഡേറ്റ്. റിമൂവ് ആകുന്നത് എന്നാണ് 5th സെപ്റ്റംബർ. ആ ലാസ്റ്റ് ഡേറ്റ് തന്നെ നമ്മൾ എന്തും കൊടുത്തിട്ടുണ്ട്. റിമൂവ് ആകുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തും കൊടുത്തു. ആക്ച്വൽ ഡേറ്റ് ഇത് തന്നെയാണ്, 5th സെപ്റ്റംബർ തന്നെയാണ്. അപ്പൊ ടൈം ഓഫ് സപ്ലൈ എന്ന് തന്നെ വരും, 5th സെപ്റ്റംബർ. റെഡി? Then question number 1. A machine has to be supplied at a site. It is done by sourcing various components from vendors and assembling the machine at site. Details of various events are 17th September. Purchase order with advance of 50,000 is received for a machine worth 12 lakh. An entry duly made in the seller's books of account. 20th October, the machine is assembled, tested at site and accepted by the buyer. 23rd October, invoice raise ആയി. 4th November ബാലൻസ് പേയ്മെന്റ് കൊടുത്തു. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഗുഡ്സിന്റെ കേസിൽ ഫോർവേഡ് ചാർജിന്റെ കേസിൽ, അപ്പൊ ഇത് റിവേഴ്സ് ചാർജ് അല്ല, ഫോർവേഡ് ചാർജ് ആണ്, ഗുഡ്സിന്റെ കേസുമാണ്. അപ്പൊ നമ്മൾ എന്ത് നോട്ടിഫിക്കേഷനാണ് മെൻഷൻ ചെയ്യണമെന്ന് എപ്പോഴും പറഞ്ഞേ? ഇങ്ങനെ ക്വസ്റ്റൻ ആണെങ്കിൽ ഗുഡ്സ് ആൻഡ് ഫോർവേഡ് ചാർജിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ എന്തായാലും ഏത് നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്യണം? നോട്ടിഫിക്കേഷൻ 66/2017 മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ പറഞ്ഞു ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എക്സ്ക്ലൂഡിംഗ് കോമ്പോസിഷൻ ആൻഡ് സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിം ഹാസ് ടു പേ GST on outward supplies at the time of supply, that is date of invoice or last date, whichever is earlier. Therefore, time of supply for the purpose of payment of tax of entire 12 ലക്ഷത്തിനും time of supply എന്നാണ്? That is 20th October ലാണ്, which is the date on which goods were made available to the recipient. Invoice has been issued by this date. അതായത് ഇവിടെ പറയാണ് നമുക്ക് ആക്ച്വൽ ഡേറ്റും വേണം, ആക്ച്വൽ ഡേറ്റ് or last date as per section 31 whichever is earlier. ഇവിടെ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്ന ഇൻവോയ്സ് റൈസ് ആയത് 23rd ഒക്ടോബറിലാണ് ഇൻവോയ്സ് റൈസ് ആയത്. ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു? അതായത് എപ്പോഴാണ്? കസ്റ്റമറിന്റെ കയ്യിലേക്ക് ഗുഡ്സ് എത്തിക്കുന്ന ദിവസമാണ്. കസ്റ്റമറിന്റെ കയ്യിലേക്ക് ഗുഡ്സ് എത്തിക്കുന്ന ദിവസം, ഡെലിവറി ടു അവൈലബിൾ ടു ദ കസ്റ്റമർ, കസ്റ്റമർക്ക് അത് അവൈലബിൾ ആക്കി കൊടുക്കുന്ന ദിവസമാണ് എന്ത്? ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ? വിച്ച് ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ഗുഡ്സ് വെർ മെയ്ഡ് അവൈലബിൾ ടു ദ റെസിപ്പിയന്റ്. അപ്പൊ മെയ്ഡ് അവൈലബിൾ ടു ദ റെസിപ്പിയന്റ് എന്താണ്? മെഷീൻ ഈസ് അസംബിൾഡ് ആൻഡ് ടെസ്റ്റഡ് അറ്റ് സൈറ്റ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദ ബയർ. അപ്പൊ ബയർ അക്സെപ്റ്റ് ചെയ്തു, അവൈലബിൾ ആക്കുന്നത് എന്നാ? 20th October. അപ്പൊ 20th October or 23rd October whichever is earlier ഏതാണ്? 20th October ആണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Then question number 2. May 4 supplier invoices goods taxable on reverse charge basis to Bridge and Co. 30 days from the date of issuance of invoice elapse on June 3. Then May 12, Bridge and Co receives the goods. May 30, Bridge and Co makes the payment. Determine the time of supply from the given criteria. അതായത് റിവേഴ്സ് ചാർജിന്റെ ബേസിൽ നമ്മൾ 3 ഡേറ്റുകളാണ് നോക്കേണ്ടത്. ഒന്ന് ഗുഡ്സ് ആക്ച്വലി റിസീവ് ചെയ്ത ദിവസം, പിന്നെ ഒന്ന് പേയ്മെന്റ് നടന്ന ദിവസം, പിന്നെ ഒന്ന് ഏതാണ്? 31st ഡേ അല്ലെ? അപ്പൊ ഇവിടെ 31st ഡേ എന്നാണ് പറഞ്ഞത്. 30 days ഫ്രം ദ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 31st ഡേ എന്നാണ്? ജൂൺ 3rd 31st ഡേ എന്ന് പറയുന്നത്. ഇനി പേയ്മെന്റ് നടന്നത് എന്താണ്? മെയ് 30 ആണ് പേയ്മെന്റ് നടന്ന ദിവസം എന്ന് പറഞ്ഞാല്, ഇല്ലേ? പേയ്മെന്റ് നടന്നത് മെയ് 30. ദെൻ ഗുഡ്സ് എപ്പോഴാണ് കിട്ടിയത്? മെയ് 12 എന്ത് പേയ്മെന്റ് കിട്ടിയത്. ഹിയർ നമ്മുടെ വിച്ചവർ ഈസ് ഏർലിയർ ഏതാ? മെയ് 12 ആണ് അല്ലെ? അപ്പോ ഇവിടെ നോക്കിയേ, ഹിയർ മെയ് 12 വിൽ ബി ദ ടൈം ഓഫ് സപ്ലൈ being earliest of the 3 stipulated dates, namely receipt of goods, date of payment and date immediately following 30 days എന്ന് പറയുന്നത് ഏതാണ്? whichever is earlier എന്ന് പറയുമ്പോ യെസ് മെയ് 12 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾ നമ്പർ 2.
Mohit Khanna and Sons is a firm of management consultants. The firm enters into contract with the Spark Private Limited on 1st September for providing consultancy service. Provisional service gets completed on 15th September. Provisional service complete. Okay. Invoice for the service is issued on 20th September. Payment received by the 10th October. Invoice is issued within 30 days from the date of supply of service. Invoice 30 ദിവസത്തിനുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്തത്? 20th September. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻ ദ എബൗ എക്സാമ്പിൾ ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ഓൺ 20. അപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കേസിൽ പറയുന്നത് നമ്മളെ പ്രൊവിഷൻ സർവീസിന്റെ കേസ് എന്തായിരുന്നു? സർവീസ് നടന്നു കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. സർവീസ് നടന്നത് എപ്പോഴാ? 15th September അല്ലെ? 15th Septemberലാണ് സർവീസ് കംപ്ലീറ്റ് ആയത്. സർവീസ് കംപ്ലീറ്റ് ആയി വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് കൊടുക്കണം. ഇപ്പൊ 15th Septemberലാണ് സർവീസ് കംപ്ലീറ്റ് ആയത്. അപ്പൊ എപ്പോഴാണ് ഇൻവോയ്സ് കൊടുത്തത്? 20 September. അപ്പൊ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ എന്തായി? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡേറ്റുകളാണ്, ഇൻവോയ്സ് ഡേറ്റ് ഓർ പേയ്മെന്റ് ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇൻവോയ്സ് ഡേറ്റ് ഏതാ? 20th September. പേയ്മെന്റ് എപ്പോഴാ കിട്ടിയേ? October 10th ആണ്. വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാ? 20th September. അതാണ് എന്ത്? ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഇനി അടുത്തത്, if the above example invoice is issued on, അപ്പൊ ഇവിടെ പറയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 25th Octoberലാണെങ്കിൽ അപ്പൊ സർവീസ് എപ്പോഴാണ് നടന്നത്? സർവീസ് നടന്നത് 15th Septemberലാണ്. അപ്പൊ 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തോ? ഇല്ല. എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് October 25th. അപ്പൊ 30 ഡേയ്സ് കഴിഞ്ഞു. 30 ഡേയ്സ് കഴിഞ്ഞെങ്കിൽ ഇവിടെ പറയണത് സർവീസ് നടന്നത്, ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് കംപ്ലീറ്റ് ആയത് എന്നാണ് സർവീസ് കംപ്ലീറ്റ് ആയത്? 15th September. ഓർ പേയ്മെന്റ് ഡേറ്റ്, പേയ്മെന്റ് എപ്പോഴാ കിട്ടിയേ? 10th Octoberലാണ് പേയ്മെന്റ് കിട്ടിയത്. വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാണ്? അങ്ങനെയാണോ പറയണേ? വിച്ച് എവർ ഈസ് ഏർലിയറിന്റെ ഏതാണ്? 30th September. അപ്പൊ ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ഓൺ 25th. ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് 15th September. then ഏർലിയർ ഇവിടെ ഏതാണ് 15th September ആണ് ടൈം ഓഫ് സപ്ലൈ. കാരണം ഏർലിയർ ഡേറ്റ് ഏതാണ്? 15th September. ഓക്കെ, then question number 3. Investigation shows that ABC & Co carried out service of cleaning and repair of tanks in an apartment complex, for which Apartment Owners Association showed a payment in cash on 4th April to them against work of this description. The dates of the work are not clear from the records of ABC & Co. ABC & Co have not issued invoice or entered the payment in the books of the accounts. Investigation shows that ABC & Co അവരുടെ ഡ്യൂട്ടി, അവരുടെ സപ്ലൈ എന്ന് പറയുന്നത് ക്ലീനിങ് സർവീസ്, റിപ്പയറിംഗ് സർവീസ് ആണ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ABC & Co അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷന് സർവീസ് കൊടുത്തിരുന്നു. ഈ ABC & Co ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, പേയ്മെന്റ് ഡേറ്റ് ഒന്നും ബുക്സിൽ എൻറ്റർ ചെയ്തിട്ടുമില്ല. ബട്ട് അവിടെ ഡേറ്റ് ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ പറഞ്ഞു റെസിപ്പിന്റെ ബുക്സ് ഒക്കെ കൗൺസിൽ എൻറ്റർ ചെയ്ത ദിവസം. അപ്പൊ റെസിപ്പിന്റെ ബുക്സ് അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ ബുക്കിൽ പേയ്മെന്റ് ഡേറ്റ് എപ്പോ കൊടുത്തിട്ടുണ്ട്? 4th April. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് തന്നെയായിരിക്കും 4th April. അപ്പൊ ആൻസർ നോക്കിയേ, ടൈം supply cannot be determined by the provisions of clause A and B of 13(2) as neither invoice or provisional service is available. Then the date of receipt of payment in the books of supplier is also not available. Therefore, the time of supply will be void clause C 13(2), that is date on which the recipient of service shows the receipt of the service in the books of account. Thus, the time of supply എന്ന് പറയുന്നത് 4th April ആണ്. The date on Apartment Owners Association records the receipt of service in the books of accounts എപ്പോഴാണ് നടന്നത്? 4th April ആണ് നടന്നത്. Okay, then question number 4. A firm of advocates issues invoice for service to ABC Limited. A firm of advocate issue invoice കൊടുത്തു the service to ABC Limited on 17th February.
The payment is contested by ABC Limited on the ground that on account of negligence of the firm, the company's case was dismissed by the court for non-appearance, which necessitated further appearance for which the firm is billing the company. The dispute drags on and finally payment is made on 3rd November. Identify the time of supply of the legal cases. Here, firm of advocate ആർക്ക് സർവീസ് കൊടുത്തു? ABC ലിമിറ്റഡിന് പ്രൈവറ്റ് ഇത് കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഫേം ഓഫ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ കേസിൽ, ലീഗൽ സർവീസിന്റെ കേസിൽ അഡ്വക്കേറ്റ്സിന് ഒരിക്കലും നമുക്ക് എന്തില്ല, ഫോർവേഡ് ചാർജ് പ്രകാരമുള്ള ടാക്സ് ഇല്ല. അവർക്ക് ഒന്നെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസിന്റെ ടാക്സ് അടയ്ക്കുന്നവരെ ആരായിരിക്കും? റെസിപ്പിന്റ് ആയിരിക്കും അണ്ടർ റിവേഴ്സ് ചാർജ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസ് എന്തായിരിക്കും? എക്സംപ്റ്റ് ആയിരിക്കും. അപ്പൊ ഹിയർ ഇൻ ദിസ് കേസ് ABC ലിമിറ്റഡ് ആണ് അല്ലെ, ഫോം ഓഫ് അഡ്വക്കേറ്റ്സ് ടു ABC ലിമിറ്റഡ് ആണ്. അപ്പൊ ബിസിനസ് എന്റിറ്റി ആയതുകൊണ്ട് തന്നെ എന്താണ്? റിവേഴ്സ് ചാർജ് ഈസ് ആപ്ലിക്കബിൾ. ഇനി സർവീസിന്റെ റിവേഴ്സ് ചാർജിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? സർവീസിന്റെ റിവേഴ്സ് ചാർജില് നമ്മൾ പറഞ്ഞ 2 ഡേറ്റ് എന്ന് പറഞ്ഞാല് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജില് പേയ്മെന്റ് ഡേറ്റും 61st day from the issue of invoice by the supplier. Okay. ഇനി നോക്കിയേ, ഇവിടെ tax on service applied by firm of advocates by way of legal service to business entity payable under reverse charge. Then ഇവിടെ 2 ഡേറ്റുകൾ നോക്കണം, ഡേറ്റ് ഓഫ് പേയ്മെന്റ് നോക്കണം, ഇൻവോയ്സ് കൊടുത്ത് 61st ഡേയും നോക്കണം. ഓക്കെ, അപ്പൊ നമ്മള് സർവീസ് റിവേഴ്സ് ചാർജില് നമ്മൾക്ക് ഈ പറയുന്ന അസോസിയേറ്റഡ് എന്റർപ്രൈസിന്റെ കേസ് അല്ലാത്ത പക്ഷം ബാക്കി എല്ലാവർക്കും ഏത് നിയമം പറഞ്ഞേ? ഡേറ്റ് ഓഫ് പേയ്മെന്റ് 61st ഡേ. ഇവിടെ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്നാണ്? പേയ്മെന്റ് ഫൈനലി എപ്പോഴാ ഡിസ്പ്യൂട്ട് ആയിട്ട് ചെയ്ത് കൊടുത്തത് എപ്പോഴാ? 3rd നവംബറിലാണ് പേയ്മെന്റ് കൊടുത്തത്. അപ്പൊ പേയ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3rd നവംബർ. ഓക്കെ, then ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണത് എന്നാണ്? 17 സെപ്റ്റംബറിലാണ് ഈ പറഞ്ഞ ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 61st ഡേ എന്നാണ്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 61st ഡേ 17th ഫെബ്രുവരിയില് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഈ ഇൻവോയ്സ് 17th ഫെബ്രുവരിയിൽ ഇഷ്യൂ ചെയ്താൽ ഇവിടെ 61st ഡേ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? April 19 ആയിരിക്കും. അപ്പോൾ 17th സെപ്റ്റംബറിൽ ഇൻവോയ്സ് കൊടുത്തു, പേയ്മെന്റ് കിട്ടേണ്ടത് 3rd നവംബറിലാണെങ്കിൽ ഈ 2 ഡേറ്റിൽ വിച്ചവറി സെർലിലാണ്. അപ്പൊ പേയ്മെന്റ് കിട്ടിയത് 3rd നവംബർ, 61st ഡേ എന്ന് പറയുന്നത് ഏതായി? April 19. ഇവിടെ ഏതാണ് ഏർലിയർ? April 19 ആണ് നമുക്ക് ഏർലിയർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിയർ ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ് കം സബ്സീക്വന്റ് ടു 61st ഡേ. Therefore the 61st day from the date has to be taken as time of supply. Then fixes 19th April as time of supply. Okay, then question number 5. ഇത് മനസ്സിലായല്ലോ? 2 ഡേറ്റിൽ നോക്കിയത് മനസ്സിലായല്ലോ? Then next one, Miss Pranav Associates, a partnership firm, provided recovery agent service. അപ്പൊ നമ്മൾ അവിടെയും പറഞ്ഞു അതും RCM ആണ്. റിക്കവറി ഏജന്റ് സർവീസിന് എന്താണ്? ബാങ്കിങ് സർവീസിന് എടുക്കുന്ന സർവീസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്താണ്? RCM ആണെന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പ്രണവ് അസോസിയേറ്റ്സ് എ പാർട്ട്ണർഷിപ്പ് ഫേം പ്രൊവൈഡഡ് റിക്കവറി ഏജന്റ് സർവീസ് ടു ന്യൂട്രൻ ക്രെഡിറ്റ്സ് ലിമിറ്റഡ്, എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, a registered supplier on 15th January. സർവീസ് നടത്തിയത് എന്താണ്? 15th January. ഇൻവോയ്സ് അതിന് ഇഷ്യൂ ചെയ്തത് 7th February. പേയ്മെന്റ് മേക്ക് ചെയ്തത് 18th April. Okay, then the bank account of the company was debited by, ബാങ്ക് അക്കൗണ്ടിൽ എന്താണ്? 20th April ആണ് ബാങ്ക് അക്കൗണ്ടിൽ കമ്പനി ഡെബിറ്റ് ചെയ്തത്. പേയ്മെന്റ് വാസ് മെയ്ഡ് ഓൺ ബൈ ന്യൂട്രൻസിന്റെ അക്കൗണ്ടിലേക്ക് 18th April. ബാങ്ക് എന്ന് പോയത് 20th April. Determine the person liable to pay GST and time of supply of service. Okay,
അപ്പൊ അതില് പേഴ്സൺ ആരാണ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9th നമ്മൾ പറഞ്ഞിരുന്നു റിവേഴ്സ് ചാർജ് പ്രകാരം റിക്കവറി ഏജന്റിന്റെ കേസിലാണെങ്കിൽ റിക്കവറി ഏജന്റിന്റെ കേസിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് പേബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് പ്രകാരം ആരാണ് ടാക്സ് പേ ചെയ്യേണ്ട? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അതായത് ഒരു റിക്കവറി ഏജന്റ് സർവീസസ് ടു ആർക്ക് കൊടുക്കുകയാണ്? ബാങ്കിങ് കമ്പനിക്കോ NBFCക്കോ കൊടുക്കുകയാണെങ്കിൽ റിവേഴ്സ് ചാർജ് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടത് ആരാണ്? ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ NBFC എന്ന് പറഞ്ഞു. ദെൻ അപ്പൊ ടാക്സ് ഈസ് ലയബിൾ ടു പേ എന്ന് പറയുന്നത് ആരാണ്? ന്യൂട്ടൺ ക്രെഡിറ്റ്സ് ലിമിറ്റഡ് ആണ്. കാരണം പ്രണവ് അസോസിയേറ്റ്സ് റിക്കവറി ഏജന്റ് ആണ്. അവിടെ ആർക്കാണ് കൊടുക്കുന്നത്? ന്യൂട്ടൺ ക്രെഡിറ്റ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്കാണ് സർവീസ് കൊടുക്കുന്നത്. റിവേഴ്സ് ചാർജ് പ്രകാരം ടാക്സ് പേ ചെയ്യേണ്ടത് ആരാ? NBFC ആണ്. അപ്പൊ ആരാണ്? ന്യൂട്ടൺ ക്രെഡിറ്റ്സ് ലിമിറ്റഡ് ആണ്. ദെൻ 13(3) പ്രകാരം ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജിന്റെ കേസിൽ ഇവിടെ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഏതാണ്? ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് 2 ഡേറ്റിൽ ഏർലിയർ ആണ്. ഒരു ഡേറ്റ് പറയുന്നത് എന്താണ്? പേയ്മെന്റ് മേക്ക് ചെയ്തു, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്ത ദിവസം, അല്ലെങ്കിൽ അവരുടെ ബാങ്കിൽ നിന്ന് പോയ ദിവസം. വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാ? 18th April. അപ്പൊ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് 18th April ആണ്. ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് 18th April ആണ്. ദെൻ 61st ഡേ നോക്കണം. 61st ഡേ എന്ന ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്തത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഏത് ഡേറ്റിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്? ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് ഓൺ 7th February. ഇൻവോയ്സ് കൊടുത്തത് എപ്പോഴാണ്? 7th February അപ്പൊ 7th February to 61st ഡേ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? 7th February to 61st ഡേ എന്ന് പറയുന്നത് April 9th ഹിയർ വിച്ച് എവർ ഈസ് ഏർലിയർ? April 9th ആണ് ഏർലിയർ. അപ്പൊ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? April 9 ആണ്. അപ്പൊ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പൊ 20th or 18th, വിച്ച് എവർ ഈസ് ഏർലിയർ? 18. ദെൻ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫോളോയിങ് ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? 9th April. അപ്പൊ ടൈം ഓഫ് സപ്ലൈ ഓഫ് ദ സർവീസ് ഈസ് 9th April. ഓക്കെ. Next one, Raju Private Limited receives order and advance payment on 5th January for carrying out an architectural design job. It delivers the designs on 23rd April ആണ് സർവീസ് ഡിസൈൻ ചെയ്യണത്, ഡെലിവർ ചെയ്യണത്. അഡ്വാൻസ് പേയ്മെന്റ് എന്ന് കിട്ടി? 5th January കിട്ടി. By oversight, no invoice is issued at that time and it is issued much later after the expiry of prescribed period of invoice. അതായത് നമ്മൾ 31 പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂയിങ് ഇൻവോയ്സ് അല്ലെ. ആ ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിന് ശേഷമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. ഓക്കെ. ദെൻ രാജു പ്രൈവറ്റ് ലിമിറ്റഡ് റിസീവ്സ് ദ ഓർഡർ ആൻഡ് അഡ്വാൻസ് പേയ്മെന്റ് ഓർഡർ കിട്ടി. അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയത് 5th January അഡ്വാൻസ് പേയ്മെന്റ് കിട്ടി. അപ്പോ ഹിയർ ഇവിടെ പറയാണ് സിൻസ് ഇൻവോയ്സ് ഹാസ് നോട്ട് ബീൻ ഇഷ്യൂഡ് വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റ്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഏതാണ്? 30 ഡേയ്സിനുള്ളിൽ അവിടെ 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ 2 ഏർലിയർ ഡേറ്റ് ആണ് സർവീസിന്റെ കേസിൽ എന്തെന്ന് പറയുന്നത്? ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. എന്നാണ്? ഒന്ന് സർവീസ് നടന്ന ദിവസം, 2 പേയ്മെന്റ് നമുക്ക് പേയ്മെന്റ് കിട്ടിയ ദിവസം. ഈ 2 ഡേറ്റിൽ വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് ടൈം ഓഫ് സപ്ലൈ. ഹിയർ സർവീസ് നടന്നത് എന്താണ്? പ്രൊവിഷൻ ഓഫ് സർവീസ് എന്താണ്? അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടിയത് എന്താണ്? പേയ്മെന്റ് കിട്ടിയത് 5th January. പേയ്മെന്റ് കിട്ടിയത് 5th January. Then deliver the design means എന്താ? ആർക്കിടെക്ചറൽ ഡിസൈൻ ജോബ് ആണ് ഈ പറഞ്ഞ ആർക്ക്? രാജു പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടിയത് ആർക്കിടെക്ചറൽ ഡിസൈൻ ജോബ് ആണ് ആർക്ക്? ഈ പറയുന്നത് രാജു പ്രൈവറ്റ് ലിമിറ്റഡിന്. അപ്പൊ ആ ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തത് എന്നാണ്? 23rd April ആണ്. അപ്പൊ പ്രൊവിഷൻ ഓഫ് സർവീസ് നടന്നത് എന്നാണ്? 23rd April ആണ് സർവീസ് നടന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ് വരിക?
5th January ആണ് വരിക. അപ്പോ ടൈം ഓഫ് സപ്ലൈ ഈസ് 5th January. Okay. Then 7th one, XYZ and Co, a firm of chartered accountants, issued invoice for services rendered to Mr. A. Issued invoices for services rendered to Mr. A on 7th September. XYZ and Co, a firm of chartered accountants, issued invoice for services rendered to. ആർക്കാണ് സർവീസ് കൊടുത്തത്? rendered to Mr. A on 7th September. Issued invoice on 7th September. Determine time of supply in the following independent cases. അതായത് ഓരോ ഈച്ച് കേസിലും നമ്മൾ എന്ത് നോക്കണം? ഈ പറഞ്ഞ ടൈം ഓഫ് സപ്ലൈ നോക്കണം. അപ്പൊ 7th സെപ്റ്റംബറിലാണ് ഇൻവോയ്സ് കൊടുത്തത്. ഇനി ഓരോ കേസ് നോക്കാം. പ്രൊവിഷണൽ സർവീസ് വാസ് കംപ്ലീറ്റ് ആയത് 1st August. പേയ്മെന്റ് കിട്ടിയത് 28th September. അപ്പൊ പ്രൊവിഷണൽ സർവീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സർവീസ് നടന്നിട്ട് 30 ഡേയ്സിന്, അപ്പൊ August 1 മുതൽ തുടങ്ങിയിട്ട് 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇൻവോയ്സ് എപ്പോഴാണ് കൊടുത്തത്? ഫസ്റ്റ് ഡേറ്റില് 7th സെപ്റ്റംബറിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇൻവോയ്സ് കൊടുത്തത്. അപ്പോ 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ 2 ഡേറ്റിൽ ഏർലിയർ ആണ്. ഏതൊക്കെ 2 ഡേറ്റിലാണ് ഏർലിയർ ആണ്? ഓക്കെ, ഫസ്റ്റ് കേസില് ഇൻവോയ്സ് ഇസ് നോട്ട് ഇഷ്യൂഡ് വിത്തിൻ ദ 30 ഡേയ്സ്. 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല അല്ലെ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ വിച്ച് എവർ ഈസ് ഏർലിയർ ഏതൊക്കെ നോക്കണം? പ്രൊവിഷണൽ സർവീസും പേയ്മെന്റ് ഡേറ്റും. പ്രൊവിഷണൽ സർവീസ് എന്നാണ് സർവീസ് നടന്നത് 1st August. ദെൻ പേയ്മെന്റ് കിട്ടിയത് എന്നാണ് 28th September. വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ്? August 1st. ഓക്കെ. രണ്ടാമത്തെ കേസ്, പ്രൊവിഷണൽ സർവീസ് വാസ് കംപ്ലീറ്റഡ് ഓൺ 14th August ആൻഡ് പേയ്മെന്റ് വാസ് റിസീവ്ഡ് ഓൺ 28th September. അപ്പൊ 14th സെപ്റ്റംബറിലാണ് നമുക്ക് എന്ത് നടന്നത്? സർവീസ് നടന്നത്. നമുക്ക് ഇൻവോയ്സ് 30 ഡേയ്സിനുള്ളിൽ കിട്ടിയോ? 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് കിട്ടിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഏതാണ്? അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് ഡേറ്റ് ഓർ പേയ്മെന്റ് ഡേറ്റ്. ഇൻവോയ്സ് ഡേറ്റ് എന്താണ്? 7th September. പേയ്മെന്റ് ഡേറ്റ് 28. വിച്ച് എവർ ഈസ് ഏർലിയർ എന്താണ്? 7th September. 7th September ആണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാല് മിസ്റ്റർ എ മേഡ് ദ പേയ്മെന്റ് ഓൺ 3rd August. 3rd Augustലാണ് പേയ്മെന്റ് നടന്നത്. However, provisional service was remaining to be completed at that time. സർവീസ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പേയ്മെന്റ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 3rd കേസിൽ എന്താ? 3rd August, that is earlier date of issue of invoice, say 7th September or date of payment. അതായത് ഇവിടെ സർവീസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ? സർവീസ് കംപ്ലീറ്റഡ് ആയിട്ടില്ല. റിമൈനിങ് വാസ് ടു ബി കംപ്ലീറ്റ്. അതായത് ഇവിടെ എന്താ പറയുന്നത്? റിമൈനിങ് ടു ബി കംപ്ലീറ്റഡ്. ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ സർവീസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ അതിനു മുന്നേ നമുക്ക് എന്തായി? ഇൻവോയ്സ് ഡേറ്റും ഉണ്ട്, പേയ്മെന്റ് ഡേറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് എവർ ഈസ് ഏർലിയർ? ഇൻവോയ്സ് നടന്നത് 7th September, പേയ്മെന്റ് 3rd August. അപ്പൊ ഏതാണ് ഏർലിയർ? 3rd August ടൈം ഓഫ് സപ്ലൈ. അപ്പൊ സർവീസ് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് ഇല്ലേ? കംപ്ലീറ്റ് ആയിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിലാണ് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സർവീസ് നടന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ സർവീസ്, നമ്മുടെ സർവീസിന്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം എന്നാ പറയുന്നത്. ഇൻവോയ്സ് ഇഷ്യൂ 30 ഡേയ്സിനുള്ളിൽ ചെയ്താൽ ഇങ്ങനെ, 30 ഡേയ്സിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയും നമ്മൾ പറഞ്ഞു ഇല്ലേ? അപ്പോ ആ കേസിൽ ഇവിടെ ഈ കേസിൽ എന്ന് പറഞ്ഞാല് സർവീസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 ഡേറ്റ് അവൈലബിൾ ആണ്. ഇൻവോയ്സ് ഡേറ്റും പേയ്മെന്റ് ഡേറ്റും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ സർവീസ് കംപ്ലീറ്റ് ആയ ഡേറ്റ് നമുക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഇൻവോയ്സിലും പേയ്മെന്റും വിച്ച് എവർ ഈസ് ഏർലിയർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടൈം ഓഫ് സപ്ലൈ നമുക്ക് തീരുമാനിക്കാം. ദെൻ ലാസ്റ്റ് കേസ് Mr. A made the payment on 15th September. പേയ്മെന്റ് എപ്പോഴാണ് കൊടുത്തത്? 15th September. However, provision of service was remaining to completed. അപ്പൊ ഇവിടെ എന്താണ്? ഇൻവോയ്സ് ഡേറ്റ് ഓർ പേയ്മെന്റ് ഡേറ്റ്. കാരണം ഇനിയും സർവീസ് കംപ്ലീറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് ഇൻവോയ്സ് ഡേറ്റ് എന്നുണ്ട്, നമുക്കറിയാം 7th ഇഷ്യൂ ചെയ്തു. പേയ്മെന്റ് 15th സെപ്റ്റംബറിലാണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാ? 7th September. ടൈം ഓഫ് സപ്ലൈ ഈസ് 7th September. ഓക്കെ. അപ്പൊ സർവീസ് ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇൻവോയ്സ് ഡേറ്റും പേയ്മെന്റ് ഡേറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് നമുക്ക് ഫുള്ള് കിട്ടി,
പേയ്മെന്റ് നമുക്ക് ഫുള്ള് കിട്ടി, ഇൻവോയ്സ് നമുക്ക് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ആ കിട്ടിയ വരെയുള്ള പേയ്മെന്റും ഇൻവോയ്സ് ഡേറ്റ് നോക്കി വിച്ചെവർ ഈസ് ഉള്ളതായിരിക്കും എന്ത് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, then 8th question. Chiku Traders is a registered supplier of plastic goods. On 10th April, Chiku Traders received an order from Nero Traders for supply of a consignment of plastic goods. Chiku Traders gets a consignment ready by 15th April. Invoice for the consignment was issued the next day, 15th April. Then Nero Traders collect the consignment from the godown of Chiku Traders. Collect the consignment from the godown Chiku Traders on 25th April. ഈ പറഞ്ഞ കൺസൈൻമെന്റ് എന്ത് ചെയ്തു? കളക്ട് ചെയ്തു. And hand over the check towards payment on the same date. പേയ്മെന്റ്, ചെക്കിന്റെ പേയ്മെന്റ് എന്ത് ചെയ്തു? ഈ ഡേറ്റ് തന്നെയാണ് പേയ്മെന്റ് ഡേറ്റ്. Then the said the payment is entered in the books of accounts of Chiku Traders. ന്റെ ബുക്സിൽ അത് എൻ്റർ ആയത് എപ്പോഴാ? 26th. The amount is credited in their bank account on 27th April. Determine the time of supply of plastic goods supplied by Chiku Traders to Nero Traders. ഇവിടെ as per section 12 subsection 2 read with notification 66 പ്രകാരം രണ്ട് ഡേറ്റിൽ earlier ആണ് ഇൻവോയ്സ് ഡേറ്റ് ഓർ 31st section 31 പ്രകാരമുള്ള ലാസ്റ്റ് ഡേറ്റ്. ഫർദർ അണ്ടർ സെക്ഷൻ 31 പ്രകാരം സപ്ലൈക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ റിമൂവൽ ആകുന്ന അന്നാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഹിയർ ഇൻ ദിസ് കേസ് ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് ബിഫോർ റിമൂവൽ. റിമൂവ് ആകുന്നതിന് മുന്നേ ഇൻവോയ്സ് കൊടുത്തു. ദാറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ആൻഡ് ഇസ് ദസ് വിത്തിൻ ടൈം ലിമിറ്റ് ആസ് പെർ നമ്മൾ കൊടുത്തോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ. Therefore, the time of supply is for payment of tax is the date of issue of invoice which is 16th April. അതായത് 16th April. നമുക്കിവിടെ ഈ പറയുന്ന കേസിൽ ഇൻവോയ്സ് ഫോർ ദ കൺസൈൻമെന്റ് ഇൻവോയ്സ് നമുക്ക് രണ്ട് ഡേറ്റ് ആണ് വേണ്ടത്. ഇഷ്യൂ ചെയ്ത ഇൻവോയ്സ് അതായത് ആക്ച്വൽ ഡേറ്റ്. ഇവിടെ ആക്ച്വൽ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വൽ ഡേറ്റ്? ഇൻവോയ്സ് ഫോർ ദ കൺസൈൻമെന്റ് വാസ് ഇഷ്യൂഡ് ദ നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ 15th April എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ എന്താണ്? 16th April. റെഡി. ഇനി ലാസ്റ്റ് ഡേറ്റ് എന്നാ? ലാസ്റ്റ് ഡേറ്റ് റിമൂവ് ആകുന്ന ഡേറ്റ്. അതായത് ഇൻ ദിസ് കേസ് ദി ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ബിഫോർ ദ റിമൂവൽ ഓഫ് ഗുഡ്സ് ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഗുഡ്സ് ബൈ ദ കസ്റ്റമർ. എന്നാണ് റിമൂവ് ആകുന്നത്? നീനോ ട്രേഡേഴ്സ് കളക്ട് ദ കൺസൈൻമെന്റ് ഫ്രം ദ ഗോഡൌൺ. അതായത് അവൈലബിൾ ടു റെസിപ്പിയന്റ് എന്നാണ്? 25th April ആണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? 25th April. ഇനി ഈ രണ്ട് കേസിൽ വിച്ചെവർ ഈസ് ഏർലിയർ എന്നാണ്? 16th April. അപ്പൊ 16th April ആണ് എന്ത്? ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. ഇവിടെ പറയാണ് ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്ത് 15th April നെക്സ്റ്റ് ഡേ അതായത് 16th April. ഓർഡർ കൺസൈൻമെന്റ് റെഡി ആക്കിയത് 15th April ആണ്. ബട്ട് നെയിലോ ട്രേഡർ ഈ കൺസൈൻമെന്റ് വന്ന് ഗോഡൌണിൽ ഒന്ന് കളക്ട് ചെയ്തെന്നാണ്? 25th April ആണ്. അപ്പൊ ഇവിടെ ഈ കേസിൽ ഈ പറയുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഗുഡ്സ് അവൈലബിൾ ടു റെസിപ്പിയന്റ് ഇത് ഡെലിവറി ആയത് അല്ലെങ്കിൽ അവൈലബിൾ ആയത് എന്നാണ്? ഗുഡ്സിന് അതായത് നമ്മുടെ അവൈലബിൾ ടു റെസിപ്പിയന്റ് ആയത് എന്നാണ്? 25th April ആണ്. അപ്പൊ എന്താണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആസ് പെർ സെക്ഷൻ 31? 25th April. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? ഈ പേയ്മെന്റ് ഡേറ്റ്, സെറ്റ് പേയ്മെന്റ് ഡേറ്റ്, നമ്മുടെ ചെക്ക് കൊടുത്ത ദിവസം, പേയ്മെന്റ് എൻ്റർ ആയ ദിവസം, ബാങ്കിലെ ദിവസം, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻ 66/2017 പ്രകാരം രണ്ട് ഡേറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. ഇൻവോയ്സ് ആൻഡ് ആക്ച്വൽ ഡേറ്റും ലാസ്റ്റ് ഡേറ്റ് ആസ് പെർ സെക്ഷൻ 31. Then question number 9. Dhruvanko sends certain textile products for dyeing to Banushali manufacturers on job work basis on 16th August. Send certain goods textile product for dyeing job work basis on 16th August. On 18th August, Dhruv and Co credited 100% of the job work charge to bank account of Banushali manufacturers in advance and recorded it in the books of accounts on the same day. Payment 18th August. Then Banushali manufacturer issues the invoice for the same in the first week of September. September first week invoice issue cheedu. Then
Assuming that inputs are received back by Dhruv and Co. after job work in the month of October. In the month of October. അതായത് ഒക്ടോബർ മാസം എന്ത് ചെയ്തു? ജോബ് വർക്ക് ചെയ്തിട്ട് അത് റിസീവ് ബാക്ക് ചെയ്തു. Determine the time of supply for job work done by Bhanushaali Manufacturers. Dhruv and Co. അവരുടെ ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് ഡൈ ചെയ്യാനായിട്ടാണ് Bhanushaali മാനുഫാക്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ Bhanushaali മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യൂ? അത് ജോബ് വർക്ക് ചെയ്തിട്ട് അത് ഡൈ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് റിട്ടേൺ ബാക്ക് ആ ഗുഡ്സ് തരണം. അപ്പൊ Bhanushaali മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്നാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ് schedule to any activity of treatment or process which is applied to another person's goods ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അതെന്താണ്? ജോബ് വർക്ക് ആണ്, അതുകൊണ്ട് തന്നെ അത് സപ്ലൈ ഓഫ് സർവീസ് ആണെന്ന് പറഞ്ഞിരുന്നു. So hence job work is squarely covered with the purview of supply of service-ന്റെ അണ്ടറിലാണ് വരുന്നത്. Then as per section 13(2), if invoice has been issued within 30 days, സർവീസ് നടന്ന് within 30 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇൻവോയ്സ് ഡേറ്റ് ഓർ പേയ്മെന്റ് ഡേറ്റ് വിച്ചെവർ ഈസ് ഏർലിയർ ആണ് എന്തെന്ന് പറയുന്നത്? ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്നാണ്, അല്ലെങ്കിൽ പേയ്മെന്റ് നടന്ന ദിവസം എന്നാണ്? പേയ്മെന്റ് നടന്നത് 18th ഓഗസ്റ്റ്. പേയ്മെന്റ് നടന്നത് 18th ഓഗസ്റ്റ് ആണ്. ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്തത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് ഇൻവോയ്സ് ഇഷ്യൂഡ് ഫോർ ദ സെയിം ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിനാണ് ഇൻവോയ്സ് കൊടുത്തത്. പക്ഷെ പേയ്മെന്റ് എന്താണ്? 18th ഓഗസ്റ്റ്. അപ്പൊ ഇൻ ദ പ്രസന്റ് കേസ് സർവീസ് ചാർജസ് ഫോർ ജോബ് വർക്ക് ആർ പെയ്ഡ് as അഡ്വാൻസ് ആയിട്ടാണ് നമുക്കിവിടെ പേയ്മെന്റ് കിട്ടിയെന്ന് ഇവിടെ പറയുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ടാണ് പേയ്മെന്റ് കിട്ടിയെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇൻ അഡ്വാൻസ് പറയുന്നുണ്ട്. അപ്പൊ സർവീസിന്റെ കേസിൽ പേയ്മെന്റ് ഡേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അഡ്വാൻസ് കിട്ടിയാലും നമ്മൾ കൺസിഡർ ചെയ്യണം. ഏത് കേസിലാണ് അഡ്വാൻസ് അല്ലെങ്കിൽ പേയ്മെന്റ് ഡേറ്റ് കൺസിഡർ ചെയ്യേണ്ട എന്ന് പറയുന്നത്? ഏത് കേസിലാണ്? ഗുഡ്സിന്റെ കേസിൽ, ഫോർവേഡ് ചാർജിന്റെ കേസിലാണ്, സർവീസിന്റെ കേസിലല്ല. അപ്പൊ ഇവിടെ സർവീസിന്റെ കേസിൽ പേയ്മെന്റ് ഡേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് എവിടെയാണ്? സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ്. പക്ഷെ പേയ്മെന്റ് നമുക്ക് 18th ഓഗസ്റ്റ് കിട്ടിയത് കൊണ്ട് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? 18th ഓഗസ്റ്റ് ആണ്. Okay, then our last question, last one. An online portal Best Info raises invoice for database access on 21st February. 21st February ഓൺലൈൻ പോർട്ടൽ ബെസ്റ്റ് ഇൻഫോ എന്ത് ചെയ്തു? റേസിംഗ് ഡേറ്റാബേസ് അസസിന് ഇൻവോയ്സ് റേസ് ചെയ്തത് 21st ഫെബ്രുവരിയിലായിരുന്നു. Payment is made by Roy and Bensel by a demand draft sent on 25th February. Which is received and entered in the accounts of Best Info on 28th February. Best Info encashes the demand draft and thereafter give access to the database to Roy and Bensel Limited from 3rd March. Okay. Then, in the meanwhile, the rate of tax is changed from 1st March. 1st March rate of tax change ആയി. Determine the time of supply for the database access by Best. അപ്പോ rate of tax ചേഞ്ച് ആയി അല്ലെ? റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആയി എന്ന് 1st മാർച്ചിന്. റൂൾ എന്തായിരുന്നു? ഇവിടെ റേറ്റ് ഓഫ് ടാക്സ് നമുക്ക് സർവീസ് നടന്നത് എന്നാണ്? ഗീവ് അക്സസ് ടു ദ ഡേറ്റാബേസ് ടെസ്റ്റ് 3rd മാർച്ച്. അപ്പോ ആഫ്റ്റർ സർവീസ് സപ്ലൈ ചെയ്തത് ആഫ്റ്റർ ചേഞ്ചിങ് റേറ്റ് ഓഫ് ടാക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നോക്കണം ഇൻവോയ്സ് എന്നാണ് റേസ് ആയതെന്ന് നോക്കണം. ഇൻവോയ്സ് എന്നാണ് റേസ് ആയത്? ഇൻവോയ്സ് റേസ് ആയത് 21st ഫെബ്രുവരി. ഇൻവോയ്സ് റേസ് ആയത് 21st ഫെബ്രുവരി. ഇനി പേയ്മെന്റ് ഡേറ്റ് നോക്കണം. പേയ്മെന്റ് ഡേറ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇവിടെ നോക്കിയേ, 14B പ്രകാരം ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂഡ് ആൻഡ് പേയ്മെന്റ് ഈസ് റിസീവ്ഡ് ബിഫോർ ദ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്, ടൈം ഓഫ് സപ്ലൈ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ ഇൻ ദ ഗിവൺ കേസ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഈസ് 21st ഫെബ്രുവരി. വേറാസ് ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ബോത്ത് ആർ റിക്വയർഡ് ബിഫോർ ദ ഡേറ്റ്. അപ്പൊ ഈ 28th ഫെബ്രുവരി എന്ന് പറയുന്നത് എങ്ങനെ കിട്ടി?
അപ്പൊ ഇവിടെ പറഞ്ഞിരുന്നു നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടാക്സിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എങ്ങനെ കൺസിഡർ ചെയ്യണം? റേറ്റ് ചേഞ്ച് ആയതിനു ശേഷം 4 ദിവസത്തിനുള്ളിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയാൽ ഈ 2 ഡേറ്റിൽ ഏർലിയർ ഡേറ്റ് നോക്കണം. ഏതൊക്കെ? ബുക്ക് എൻട്രി അല്ലെങ്കിൽ ബാങ്ക് എൻട്രി. ഇവിടെ 4 ദിവസം നമ്മുടെ ചേഞ്ച് ആയതിനു ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് എൻട്രി നമ്മുടെ ബാങ്കിൽ പൈസ വന്നതെങ്കിൽ ഡേറ്റ് ഓഫ് ബാങ്ക് എൻട്രി നോക്കണം. അപ്പൊ ഇവിടെ ഈ കേസിൽ ഏത് കേസാണ് നമ്മൾ നോക്കേണ്ടത്? ഏത് ഡേറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്? ഇവിടെ okay, payment is made by Roy and Benson Limited by a demand draft sent on 25th February. അപ്പൊ റേറ്റ് ചേഞ്ച് ആയതിനു ശേഷം, അതായത് റേറ്റ് ചേഞ്ച് ആയതിനു ശേഷം ആണെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ക്രെഡിറ്റ് ആവണം എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ പേയ്മെന്റ് ക്രെഡിറ്റ് ആവണത് എന്താണ്? 4 ദിവസത്തിനുള്ളിലാണ്. അപ്പൊ ഇവിടെ എന്ത് നോക്കേണ്ടത്? ഓക്കെ, 4 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റ് ആണ്? 28th ഫെബ്രുവരിയിലാണ് റിസീവ്ഡ് ആൻഡ് എൻറ്റേർഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ദ ബെസ്റ്റ് ഇൻഫോയില് 28th ബെസ്റ്റ് ഇൻഫോ എൻകാഷസ് ദ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആൻഡ് ദെയർ ആഫ്റ്റർ ഗീവ് ആക്സസ് ടു ദ ഡേറ്റാബേസ് 3rd മാർച്ചിലാണ് ഈ പറഞ്ഞ പൈസ എൻകാഷ് ചെയ്ത് ഈ സർവീസ് കൊടുത്തത്. എന്നാണ്? 3rd മാർച്ചിലാണ്. അപ്പൊ ഇവിടെ വിച്ച് എവർ, അതായത് ഈ പറഞ്ഞ 2 ഡേറ്റില് വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാണ്? 28th ഫെബ്രുവരിയാണ്. ഒന്ന് ബാങ്കിൽ എൻട്രി ചെയ്ത ദിവസം അല്ലെങ്കിൽ ബുക്കിൽ എൻട്രി ഇട്ട ദിവസം. ബുക്കിൽ എൻട്രി ഇട്ടത് എപ്പോഴാണ്? എന്റെ അക്കൗണ്ട്സിൽ ബുക്സിൽ എൻട്രി ഇട്ടത് എപ്പോഴാണ്? 28th ഫെബ്രുവരിയാണ്. 28th ഫെബ്രുവരി ഓർ മാർച്ച് 3rd, whichever is earlier, 28th ഫെബ്രുവരി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻവോയ്സ് ഡേറ്റ്, ഇത് പേയ്മെന്റ് ഡേറ്റ് 28th ഫെബ്രുവരി വരും. ഇനി ഇതില് ഈ പറഞ്ഞു നോക്കിയേ, ഇനി നമ്മൾ നോക്കണം റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ആയതിനു ശേഷമാണ് സർവീസ് എന്ത് നടന്നത്? സപ്ലൈ ചെയ്തത്. അപ്പൊ ഇൻവോയ്സ് റേസ് ആയതും പേയ്മെന്റ് കിട്ടിയതും രണ്ടും ടാക്സ് റേറ്റ് ചേഞ്ച് ആയത് എന്നാണ്? 1st മാർച്ചിലാണ്. 1st മാർച്ചിന് മുന്നെയാണ് ഇൻവോയ്സ് കിട്ടിയതും പേയ്മെന്റ് കിട്ടിയതും. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്. ദാറ്റ് മീൻസ് 21st ഫെബ്രുവരി ആണ്. അപ്പോ ഇവിടെ പറയുന്നുണ്ട് ടൈം ഓഫ് സപ്ലൈ വിൽ ബി ഓൺലി ബോട്ടിൽ ഈസ് 21st ഫെബ്രുവരി. കാരണം ഇൻ ദ ഗിവൻ കേസ് 21st ഫെബ്രുവരി ആണോ 28th ആണോ ഏർലിയർ എന്ന് പറഞ്ഞത്? 21st ഫെബ്രുവരി. അത് പറയാൻ കാരണം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടാക്സ് ചേഞ്ച് ആയതിനു ശേഷമാണ് സപ്ലൈ നടന്നത്. എന്നിട്ട് ഇൻവോയ്സും പേയ്മെന്റും കിട്ടിയത് ഈ 2 ഡേറ്റും മാർച്ചിന് മുന്നെയാണ്. ചേഞ്ച് ആകുന്നതിന് മുന്നേ 2 നമുക്ക് ഇൻവോയ്സും കിട്ടി, പേയ്മെന്റും കിട്ടി. ഇൻവോയ്സ് റേസ് ചെയ്തു, പേയ്മെന്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 2 ഡേറ്റിൽ ഏർലിയർ ആണ് ടൈം ഓഫ് സപ്ലൈ. ഏർലിയർ മീൻസ് 21st ഫെബ്രുവരി ആണ്. 21st ഫെബ്രുവരി ഈസ് ദ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് ചേഞ്ച് മാറുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇതിൽ നമ്മൾ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻസ്. ചാർജിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് വരുന്നത് മിക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് ജിഎസ്ടിയിലെ കംപ്ലീറ്റ് പോർഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാം മിക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സപ്ലൈ, കോമ്പോസിഷൻ, രജിസ്ട്രേഷൻ, പിന്നെ എക്സംഷൻ, ITC, പേയ്മെന്റ്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് CAക്ക് അങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. ഫസ്റ്റ് കമ്പൽസറി CAന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിക്സ് ആയിരിക്കും. നമുക്കിപ്പോ DTയിൽ ടോട്ടലിംഗും ചെയ്യുന്ന പോലെ തന്നെ ഇതില് സപ്ലൈ, കോമ്പോസിഷൻ, രജിസ്ട്രേഷൻ, എക്സംഷൻ, ITC, പേയ്മെന്റ്, ടൈം, വാല്യൂ എല്ലാം പ്ലേസ് അടക്കം മൊത്തം വരുന്ന ഒരു കമ്പൈൻ ക്വസ്റ്റ്യൻ ആയിരിക്കും ഫസ്റ്റ് കമ്പൽസറി ക്വസ്റ്റ്യൻ ഫോർ CA ഉണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് CMAക്കും ഓരോരോ CMAക്ക് എങ്ങനെയാണ് ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പൊതുവെ ചോദിക്കാറ്, ഓരോ ചാപ്റ്റർ വൈസ്. അപ്പൊ CMAക്ക് നമുക്ക് കൂടുതലും ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. CAക്ക് അത് കമ്പൈൻ. അപ്പൊ രണ്ടും കൂടി അടങ്ങുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ആയിരിക്കും നെക്സ്റ്റ്. അപ്പൊ നമുക്ക് ഒരുവിധം പോർഷൻ ഒന്ന് കവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമ്മുടെ ബേസ് ഒരു 50 to 60% പോർഷൻസ് കവർ ആയാല് പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ചിട്ട് അതുവരെയുള്ള ചാപ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഡിസ്കഷൻ ആയിരിക്കും ഒരു ഡേയിലെ പോർഷൻ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? അപ്പൊ ഇത്ര നേരം ഈ പറഞ്ഞ 10 to 14 ക്വസ്റ്റ്യൻസ് വരേണ്ട ഈ 14 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എന്നോട് ചോദിക്കാം, ഇപ്പൊ തന്നെ ചോദിക്കാം. എനി ഡൗട്ട് ഇപ്പൊ തന്നെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഓരോന്നും നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നൗ ഇറ്റ് സെൽഫ് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ദിവസം ക്വസ്റ്റ്യൻസിന്റെ ദിവസമാണ്. ഇതുണ്ട്, ചാർജിന്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ.
റെഡി? ഓക്കെ. അപ്പോ നോക്കിയിട്ട് വായോ, നോക്കിയിട്ട് നെക്സ്റ്റ് ഡേ ഇനി അടുത്തതിനെ കാണാം. ബൈ.